ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂമൊട്ടില്ല താനും. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിനെ വരവേൽക്കാൻ കേരളമാകെ തയ്യാറാകുന്ന ഈ അവസരത്തിൽ സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൻ്റെ ഓണവിസ്മയം 25 എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുലരിമഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും പാട്ടും കളിയും ഓണസദ്യയുമെല്ലാം കലർന്ന നമ്മുടെ ഓണം എവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം ഓണവും ആഘോഷിക്കുന്നു. ഈ സന്തോഷവേളയെ അനുഗ്രഹീതമാക്കാൻ പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥനാ ഗാനത്തിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അതിനായി LP സെക്ഷൻ ഹെഡായ നമ്മുടെ പ്രിയപ്പെട്ട അർച്ചന മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരി, സെക്രട്ടറി ശ്രീ വർഗീസ് ചുള്ളിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ മിസ്റ്റർ ബാബു കൊയ്ക്കര, ട്രഷറർ മിസ്റ്റർ ജോസ് യു ആന്റണി, ട്രസ്റ്റി PD ആൻഡോ, PTWA പ്രസിഡന്റ് മിസ്റ്റർ നിവൽ വടക്കേത്തല, PTWA വൈസ് പ്രസിഡന്റ് മിസസ് സംഗീത മനോജ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിൻ്റെ സ്വന്തം ഉത്സവമായ ഓണം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമാണ്. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ ഓണം നമ്മൾ കൊണ്ടാടുന്നു. നമ്മുടെ ആദരണീയനായ പിതാവ് മാർ ജോയ് ആലപ്പാട് ചിക്കാഗോ ബിഷപ്പ് നമുക്ക് ഓണ സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർ ജോബി പള്ളിപ്പറമ്പിൽ പിതാവും നമ്മോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ മുൻ മാനേജർ കൂടിയായിരുന്നു പിതാവ്. 2 മഹനീയ ബിഷപ്പുമാരുടെ സാന്നിധ്യം കൊണ്ട് ഇത്തവണത്തെ ഓണം കൂടുതൽ സന്തോഷകരമായി തീരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ക്ലാസ്സുകളിലും പൂക്കള മത്സരം നമ്മൾ നടത്തുകയുണ്ടായി. LKG മുതൽ 10ാം ക്ലാസ് വരെ. ഇതിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ മെഗാ തിരുവാതിര കളിയും ഓണപ്പാട്ടും ഇത്തവണത്തെ പ്രത്യേകതകളാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂളിൻ്റെ മാർഗദർശിയും എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരിയെ ഇന്നത്തെ ഓണാഘോഷത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി മിസ്റ്റർ വർഗീസ് ചുള്ളിപ്പറമ്പിൽ, ഒരു സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നു. സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ മിസ്റ്റർ ബാബു കൊയ്ക്കരയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ ട്രഷറർ ജോസ് യു ആന്റണി, ട്രസ്റ്റി PD ആൻഡോ എന്നിവരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്കൂളിൻ്റെ അവിഭാജ്യ ഘടകമാണ് അവിടുത്തെ PTWA. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ സജീവ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ സാരഥികളായ പ്രസിഡന്റ് നിവൽ വടക്കേത്തല,
വൈസ് പ്രസിഡന്റ് മിസസ് സംഗീത മനോജ് എന്നിവരോടൊപ്പം എല്ലാ PTWA അംഗങ്ങളെയും ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പ്രിയം നിറഞ്ഞ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടാനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ പൂക്കള മത്സരം തുടങ്ങി ഇനി അങ്ങോട്ടുള്ള മെഗാ തിരുവാതിര കളിയും അതുപോലെ തന്നെ ഓണപ്പാട്ടും വടംവലിയും നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം. ഇതിനെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ്. ഇവർ എല്ലാ രക്ഷിതാക്കളെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി അർച്ചന മാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലരാള ചുണ്ടിൽ പലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോണപ്പാട്ട്. പ്രിയമുള്ളവരെ, ഓണത്തിൻ്റെ മഹിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകം തന്നെയാണ് മാവേലി. ഓരോ ഓണത്തിനും സഹോദര സ്നേഹം, ഐക്യം, സമത്വം, സന്തോഷം എന്നിവയെ ഓർമ്മിപ്പിക്കാൻ മാവേലി എത്തുന്നു. മാവേലിക്ക് അകമ്പടിയേകാൻ പുലിക്കളിയും വേദിയിലേക്ക് എത്തുന്നു. വലിയൊരു കരഘോഷത്തോടെ നമുക്ക് മഹാബലിയെ വരവേൽക്കാം. നല്ലൊരു കയ്യടിയോട് കൂടി നമ്മുടെ മഹാബലിയെ നമുക്ക് വരവേൽക്കാം. സന്ദേശം കുട്ടികളിൽ എത്തിക്കാനും മധുരമായ ഓർമ്മകൾ നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കാനും നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ആദ്യമേ തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട്, കളറൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടുണ്ട്. കുറേ പേര് നന്നായിട്ട് എല്ലാവരും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ മുതൽ ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പക്ഷേ രാവിലെ കുഴപ്പമുണ്ടാവില്ല, ഫോട്ടോ ഒക്കെ രാവിലെ തന്നെ എടുത്തോളൂ, ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വയർത്തിട്ടുണ്ടാകും, അപ്പം ഭംഗി അത്ര ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും എൻ്റെ കൂടെയുണ്ട്, ഇവിടെയുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു സ്കൂളിൽ നമ്മളിങ്ങനെ ഓണാഘോഷിക്കുക. ഞാൻ 10ാം ക്ലാസ് വരെയാണ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പോയി. അവിടുത്തെ ആഘോഷം വേറെ രീതിയിലാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞുകുട്ടികളുടെ ഒരു കുറേ ആഗ്രഹിച്ച് കാത്തിരിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു വെക്കേഷൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്.
ഞാനിങ്ങനെ സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ പരമാവധി എല്ലാ സന്ദേശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാറുമാരും ടീച്ചർമാർക്കും ഇപ്പം ഒരു കാര്യം ഉറപ്പാണ്, അച്ഛൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാനപ്പോൾ വലിയച്ഛനില്ലാത്തത് കൊണ്ട് റാഫേലച്ഛനെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛ ഇന്ന് സ്പീച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, ഭയങ്കര സൂപ്പറായിട്ടും തോന്നി. ഇന്നെല്ലാവരും എന്നൊന്ന് ശ്രദ്ധിക്കും എല്ലാവരും. ഓക്കെ, എല്ലാവരും കളർ ഡ്രസ്സുകളാണ് ഇട്ടിട്ടുള്ളത്, എല്ലാവർക്കും കളറുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളിൽ പോയി ചെല്ലി നോക്കുമ്പോൾ പൂക്കളത്തിനൊക്കെ സെയിം കളറല്ല, പല പല കളറുകൾ. പക്ഷെ അതൊരു കൃത്യതയിൽ ഒരു നിശ്ചിത അളവിലെല്ലാം ഇട്ടപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. ഈ പലതര കാര്യങ്ങളിലുള്ളിൽ ഒരു ഭംഗി കണ്ടുപിടിക്കുന്ന ഒരു ദിനമാണ് ഓണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒക്കെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി നിർത്തുന്ന ഒരു ആഘോഷമാണ് ഈ ഓണം, ഓരോ ഓണവും. ഇതിൻ്റെ നമ്മളെല്ലാ കൊല്ലവും ഓണം കടന്നു പോകുമ്പോൾ ഒരു പാട്ട് എന്നും കേട്ടിരിക്കും. ആ പാട്ട് പാടിയാണ് ടീച്ചർ ആദ്യം തന്നെ തുടക്കം തുടങ്ങിയത്. ഞാനപ്പോൾ വിചാരിച്ചു ബാക്കി സന്ദേശങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ആ വരികളിൽ, അത് കഴിഞ്ഞിട്ടുള്ള വരികളിൽ എല്ലാത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങനെ ഒന്ന് കേട്ടു നോക്കാം. അതിങ്ങനെയായിരുന്നു: മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ലാതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ല മഴ പെയ്യും വേണ്ടുവോളം ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല. ഇതിനകത്ത് എനിക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നമുക്ക് ഏറ്റവും കൂടുതലുള്ളതും പണ്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതുമായ ഒരു വരികൾ ഇതായിരുന്നു: കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇച്ചിരിയൊക്കെ നുണ പറയണം, ഓപ്പി അടിക്കുന്നത് അത്ര തെറ്റല്ല, അപ്പുറത്ത് നിന്ന് നോക്കിയതിനല്ലോ അച്ഛ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ എഴുതിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്കൊന്നും എഴുതാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് അതിനകത്ത് നോക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുന്നു. അതിനകത്തൊരു കള്ളത്തരം ഉണ്ടോ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളെ പോലെ അത്തരം കള്ളത്തരങ്ങളില്ലാത്ത, എല്ലാവരും ഒരുമയിൽ ജീവിച്ച, എല്ലാവർക്കും എല്ലായിടത്തും സ്ഥാനമുണ്ടായിരുന്ന, ദാരിദ്ര്യവും അത് അനുഭവിക്കാത്ത ഒരു നാടുണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ ഐതിഹ്യം ഈ ഓണത്തിൻ്റെ പിറകിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഇന്ന് നമ്മൾ സ്കൂളിൽ ഓണം ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മൾ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പനമ്മയൊന്നും വന്നതായിട്ട് ഓർമ്മയില്ല ഓണത്തിന്. പക്ഷേ ഞാൻ ചെറിയ ക്ലാസ്സുകളൊക്കെ പോയപ്പോൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ കൂടിയാണ് ഈ ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഇട്ടത്. അത് വളരെ മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, കുഞ്ഞുനാളിൽ നിങ്ങൾ പോയി അതിൻ്റെയൊക്കെ ഓർമ്മ ഇപ്പം ഏകദേശം ഇത്തിരീസ് വരുന്നില്ലെന്ന് വെച്ചാൽ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കുറച്ച് നാളായിട്ട് നിർത്തിയ പരിപാടിയായിരുന്നു, ഞങ്ങൾ കോളേജും അതിന് മുന്നൊക്കെ ചെയ്തു വെച്ച് നിർത്തിയ പരിപാടിയാണ്, അതിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അവസരം എല്ലാവരും ഒത്തുചേർന്നു. കുറേ പേര് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ കാണാനിട വന്നു. നമ്മുടെ കുട്ടികളുടെ ഓരോ ഇൻ്റർവെല്ലുകളും ഞാൻ നോക്കിയപ്പോൾ അപ്പനമ്മമാർ മുകളിലിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ വെയിലത്ത് അവരോട് കളിക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു. വലിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെൻഷനായിരുന്നു, ഉടുത്ത മുണ്ട് എപ്പഴിഞ്ഞു പോകും. അതുകൊണ്ട് ബോയ്സിനെ അധികം പുറത്ത് കാണാനുണ്ടായിരുന്നില്ല. ഗേൾസ് ആണെങ്കിൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മേക്കപ്പും സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെറ്റാക്കണം എന്നുള്ള ബോധ്യത്തിലായിരുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഓരോ ഓണം കടന്നു പോകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ കുറച്ച് കഴിയുമ്പോൾ ഓർക്കാനുള്ളത് അവർ സ്വരൂപിക്കുന്നുണ്ട്. അത് ഇതിനോടൊക്കെ അവർ സ്വരൂപിച്ചിട്ടുണ്ട്. ഞാൻ കുറേ നേരം അവിടെ ഇവിടെ നടന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം അവർ ഹാപ്പിയാണ്. വീണ്ടും നമ്മൾ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ കിട്ടി, അവർ വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും കളി കാണാനൊക്കെയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഒത്തുചേരല്, ഒരുമിച്ച് കൂടല് നമ്മുടെ വലിയ സന്തോഷത്തിന്റെ, സൗഹൃദങ്ങളുടെ, വലിയ ആനന്ദത്തിന്റെ ഒരു നിമിഷമായിരുന്നു. ഇനിയും ഇത്തരങ്ങളുള്ള കൂട്ടായ്മകൾ നമ്മൾ വളർത്താൻ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഒത്തുചേരലുകൾ സാധിക്കട്ടെ. ഇവിടെ വരാൻ പോകുന്ന ഓണത്തിന്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം ബഹുമാനപ്പെട്ട വികാരിച്ചനായിരിക്കുന്ന റാഫലച്ചന്റെ പേരിലും ഞങ്ങൾ ഓരോ അച്ഛന്മാരുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ മാതാപിതാക്കന്മാർക്കും കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി ഫാദർ. നല്ലൊരു ഓണ സന്ദേശം പാട്ടുകളിലൂടെയും വാക്കുകളിലൂടെയും നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച ഫാദറിന് നല്ലൊരു കയ്യടി കൊടുക്കൂ മക്കളെ. അടുത്തതായി ഓണത്തിന്റെ ഐതിഹ്യം നമ്മളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി കുമാരി ജസ്ര ജിജോയെ ക്ഷണിക്കുന്നു. സദസ്സിന് നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ സഹപാഠി സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഓണം അതെന്നും മലയാളികൾക്ക് ഒരു ഉത്സവമാണ്. ഒരുമയുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും പുത്തനുടുപ്പുകളുടെയും സദ്യവട്ടങ്ങളുടെയും പൊന്നോണം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ മഹത്തായ ഉത്സവമായ ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചാണ്. ചിങ്ങമാസത്തിലെ 10ാം നാളിലാണ് കേരളം മുഴുവൻ ആഘോഷമായി മാറുന്ന തിരുവോണം. ഓണാഘോഷത്തിന്റെ പിന്നിൽ മഹാബലി ചക്രവർത്തിയുടെ കഥയാണ്. മഹാബലി ചക്രവർത്തി ഒരു അസുര രാജാവായിരുന്നെങ്കിലും മഹാദാനപ്രിയനും ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. അക്കാലത്ത് എല്ലാവരും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പുളിവചനം. അങ്ങനെയൊരു ഭരണകാലം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നി. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യാൻ തീരുമാനിച്ചതായി ദേവന്മാർ അറിഞ്ഞു. ഈ യാഗം നടന്നാൽ മഹാബലി സ്വർഗലോകവും കീഴടക്കും എന്ന് അവർ ഭയന്നു. ഭയജഗതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദേവമാതാവായ അഭിതി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും തന്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവയ്ക്കാതെ 3 അടി മണ്ണ് അളന്നുകൊള്ളുവാൻ വാമനന് അനുവാദം നൽകി. വാമന രൂപത്തിൽ വന്നത് ഭഗവാനാണെന്ന് മഹാബലി മനസ്സിലാക്കിയിരുന്നു. ആകാശമുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ 2 അടി തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ തനിക്ക് അനുവാദം നൽകണമേ എന്ന് മഹാബലി വാമനനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്റെ പ്രജകളെ കാണാൻ മഹാബലി വരുന്നു എന്നതാണ് ഓണത്തിന്റെ ഐതിഹ്യം. ജാതിമത ഭേദമന്യേ മലയാളികളെല്ലാവരും ഓണം ആഘോഷിച്ചു വരുന്നു. മലയാളികളുടെ മതേതര മനസ്സിന്റെ അടിത്തറ ഓണാഘോഷങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മനുഷ്യ മനസ്സുകളിൽ ഒരു സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൂക്കാലം വിരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒളിമങ്ങുന്ന നീതിബോധത്തെ നാം തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. വിവേകവും അറിവും നമ്മെ വഴി നടത്തണം. ഒപ്പം അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ അവശരെയും പാർശ്വവൽക്കരിക്കാതെ
നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജസ്ലൻ. അടുത്തതായി നമ്മുടെ കൊച്ചു പ്രതിഭകൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു നൃത്തം നമുക്ക് ആസ്വദിക്കാം. അതിനായി KG കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാനേജ്മെൻറ്റും രക്ഷകർത്താക്കളും അധ്യാപകരും റെഡിയായിരിക്കണം. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കൊച്ചുകൂട്ടുകാരുടെ KG ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഓണപ്പാട്ടാണ്. എല്ലാവരും റെഡിയായിട്ടിരിക്കുക.
കണ്ണിന് കുളിർമയും നൽകുന്ന നല്ലൊരു ഓണപ്പാട്ട് അവതരിപ്പിക്കുന്നത് സെൻറ് ജോൺസ് സ്കൂൾ മ്യൂസിക് ബാൻഡ്. പാടുന്നതിനായി മാനേജ്മെന്റ്, ടീച്ചേഴ്സ്, രക്ഷാകർത്താക്കൾ തുടങ്ങിയവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂക്കളവും ഉത്രാടനിലാവും മെല്ലെ മറഞ്ഞൊരു നേരത്ത് വന്നല്ലോ പൂക്കാലം പൊന്നിൻ തിരുവോണം പൊന്നോണ കോടിയുടുത്തൊരു ഉത്രാട പൂക്കളവും ഉത്രാടനിലാവും മെല്ലെ മറഞ്ഞൊരു നേരത്ത് ചേർത്തു വിളിക്കുക കൈകൾ കൊട്ടാനോണക്കളിയുണ്ടേ ആർക്കു വിളിക്കുക വാഴോരെ വന്നോണം വന്നേ ചേർത്തു പിടിക്കുക കൈകൾ കൊട്ടാനോണക്കളിയുണ്ടേ പെണ്ണാണോ തുമ്പപ്പൂവാണോ പള്ളി കളിക്കും ഇവിടെ സംഗമമുറ്റത്ത് പുള്ളിപ്പുഴയാണോ പുള്ളിപ്പുളിയാണോ പുള്ളിപ്പുഴയാണോ പുള്ളിപ്പുളിയാണോ പൂക്കളവും ഉത്രാടനിലാവും മെല്ലെ മറഞ്ഞൊരു നേരത്ത് വിടരും പോലെ ചുണ്ടിൽ പുഞ്ചിരി വിരിയണം കൊമ്പപ്പൂ നിറ ചോറ് വിളമ്പാൻ അമ്മയൊരുങ്ങി നിൽക്കണം സ്വർണ്ണപ്പൂക്കൾ പോലെ ഇടയിലെ സദ്യ വിളമ്പിയൊരുക്കണം സ്വർണ്ണക്കസവിൻ കോടിയെടുത്ത് അച്ഛനുമൊപ്പം ഇരിക്കണം
തിരുവോണം വന്നല്ലോ പൂക്കാലം പൊന്നിൻ തിരുവോണം പൊന്നോണക്കോടിയുടുത്തൊരു സിംഗ തിരുവോണം പൊന്നോണക്കോടിയുടുത്തൊരു സിംഗ തിരുവോണം പൂക്കളവും പാഞ്ഞൊരു മുറ്റത്ത് ഉത്രാട നിലാവും മെല്ലെ മറഞ്ഞൊരു നേരത്ത് ആർക്കുവിളിക്കുകയാണോരേ ഒന്നോണം വന്നേ ചേർത്തു പിടിക്കുക കൈകൾ കൊട്ടാൻ ഓണക്കളിയുണ്ടേ ആർക്കുവിളിക്കുകയാണോരേ ഒന്നോണം വന്നേ ചേർത്തു പിടിക്കുക കൈകൾ കൊട്ടാൻ ഓണക്കളിയുണ്ടേ. നന്നായിരുന്നു അല്ലേ? നമ്മുടെ നാട്ടുകാരനായ ശ്രീ KC ബാബു ആണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ശ്രീ KC ബാബു. നമ്മുടെ സെക്രട്ടറിയായ ശ്രീ വർഗീസ് സാറിന്റെ തീരുമാനപ്രകാരമാണ് നാം ഈ പാട്ട് തെരഞ്ഞെടുത്തത്. പറപ്പൂക്കരക്കാരായ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കൈക്കൊട്ടിക്കളിയാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ോ
25-ന് കൂടുതൽ തിളക്കമേകാനിതാ 10ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഡാൻസ്. പ്രിയ കുട്ടികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
തിരുവാതിരക്കളി. ഈ ഓണാഘോഷത്തിൽ നമ്മുടെ രക്ഷകർത്താക്കൾ അവതരിപ്പിക്കുന്ന തകൃതേ 25 എന്ന് പേരിട്ടുള്ള മെഗാ തിരുവാതിരക്കളി നമുക്ക് ആസ്വദിക്കാം. ഏവർക്കും സ്വാഗതം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം.
അവനും പോയി തകലും നീരും ഇവനും വന്നു ഇവനെ കൊണ്ടു തേരിലെത്തി വിമാനമാർഗി പോകുമ്പോൾ അവനും പോയി തകലും നീരും ഇവനും വന്നു ഇവനെ കൊണ്ടു തേരിലെത്തി വിമാനമാർഗി പോകുമ്പോൾ പക്ഷി തന്റെ പക്ഷമർത്തം വീക്ഷിതീലിട്ടു ഉഷസിതാരം മണവി തന്റെ മധുവനത്തിൽ പൊങ്ങി പക്ഷി തന്റെ പക്ഷമർത്തം വീക്ഷിതീലിട്ടു ഉഷസിതാരം മണവി തന്റെ മധുവനത്തിൽ പൊങ്ങി ഉഷസിതാരം മണവി തന്റെ മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി പരമശിവാദേവ പാർവതി വല്ലഭ ശരണം നീയേവ ശരണം നീയേ പരമശിവാദേവ പാർവതി വല്ലഭ ശരണം നീയേവ ശരണം നീയേ നരണമേ സൗഭാഗ്യം മുക്തിവേദായക നരണമേ സൗഭാഗ്യം ദേവദേവ നരണമേ സൗഭാഗ്യം മുക്തിവേദായക നരണമേ സൗഭാഗ്യം ദേവദേവ നരണമേ സൗഭാഗ്യം ദേവദേവ മനോഹരമായ ഒരു തിരുവാതിരക്കളി അവതരിപ്പിച്ച നമ്മുടെ രക്ഷകർത്താക്കൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയടി കൊടുക്കും മക്കളെ. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യാണ്, രാവിലെ ഉണ്ടായിരുന്ന എല്ലാ 17 പൂക്കളവും പിന്നെ പി ടി എയുടെ പൂക്കളും ഉണ്ടായിരുന്നു. പി ടി എയുടെ പൂക്കളം നമ്മൾ ഇട്ടിരിക്കുന്ന മത്സരത്തിൽ പെടുന്ന ഭാഗമല്ല, മറ്റ് ക്ലാസ്സുകളിലെ പൂക്കളമാണ് മത്സരത്തിലുള്ളത്. അതുകൊണ്ട് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് UKG Aക്കാണ്. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് UKG Aക്കാണ്. 17 പൂക്കളമാണ് നമുക്ക് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് തേർഡ് പ്രൈസ് UKG Aക്ക് കിട്ടിയിരിക്കുന്നത്. UKG Aയുടെ പേരൻസും ടീച്ചേഴ്സും പ്ലീസ് കം ഫോർവേഡ് ആൻഡ് റിസീവ് ദ പ്രൈസ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 1A. സ്റ്റാൻഡേർഡ് 1A. നല്ല കൈയടി കൊടുക്കോ. ഈ വർഷത്തെ ബെസ്റ്റ് പൂക്കളം, ഈ വർഷത്തെ 17 പൂക്കളിൽ ബെസ്റ്റ് പൂക്കളമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 5. Standard 5. എല്ലാവരും നല്ല കൈയ്യടി കൊടുക്കോ. മറ്റുള്ളവർ ആരും ഒഴുകിയല്ല. 3 സമ്മാനമേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രം വിളിച്ചിട്ടുള്ളൂ. 17 ബാക്കിയുള്ള 14 പൂക്കളങ്ങൾ. അടുത്തതായി വളരെ കൗതുകകരമായി നടത്തുന്ന ഒരു മത്സരത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. വടംവലി മത്സരം.
എല്ലാവരുടെയും കരഘോഷത്തോടെയുള്ള സ്വീകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് ഓക്കെ. നമ്മുടെ മുഖ്യ അതിഥി ആദരണീയനായ മാർ ജോയ് ആലപ്പാട്. പറപ്പൂക്കരയിൽ ജനിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഇന്ത്യൻ വംശജനായ ഒരു ബിഷപ്പാണ്. 2022 മുതൽ അദ്ദേഹം ചിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ എപ്പാർക്കായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ സജീവ പ്രവർത്തനങ്ങളിൽ സാന്നിധ്യമായി നിലകൊള്ളുന്ന ബിഷപ്പിനെ ആദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ഓണവിസ്മയം 25-ൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടുതൽ ധന്യമാക്കുന്നു. ഓണസന്ദേശം നമ്മളിൽ ഓരോരുത്തർക്കും നൽകുന്നതിനായി ആദരണീയനായ ബിഷപ്പ് മാർ ജോയ് ആലപ്പാടിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വിളിച്ചറിയിക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈ ഓണാഘോഷങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നാം എന്നും അനുസ്മരിക്കുന്നത് മാവേലി എന്ന ഒരു രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സൗഭാഗ്യപൂർണമായ ഒരു ജീവിത അവസ്ഥയെക്കുറിച്ചുമാണ് നമ്മളെപ്പോഴും അനുസ്മരിക്കുന്നത്. അത് എന്നും നിലനിന്ന് കാണണം എന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് ഒരു ഐതിഹ്യത്തിൻ്റെ ഒരു ആഘോഷമാണെങ്കിലും നമ്മളുടെ എല്ലാം ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായി തീരേണ്ടതായ ഒരു സത്യമാണ്. കാരണം കള്ളവുമില്ല ചതിയുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നാം ജീവിക്കുന്ന ഈ ലോകം ഒരുപടി വളർച്ച സാധിക്കേണ്ടതായിട്ടുണ്ട്, പരിപൂർണത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവരുണ്ട്. ജീവിതം അവരർഹിക്കുന്ന രീതിയിൽ ആസ്വദിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും നന്മയിലേക്കാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ മനോഹരമായിരിക്കണമെന്നും സന്തോഷപ്രദമായ ഒരു കാലാവസ്ഥ, ഒരു സ്ഥിതിവിശേഷം മനുഷ്യനുണ്ടാകണമെന്നുമാണ് ദൈവം തന്നെയും ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തോട് യോജിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് യത്നിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, മുൻകാലങ്ങളെക്കാൾ ഓരോ കാലഘട്ടങ്ങളും വളരെ അധികം നന്മകളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ കഴിഞ്ഞിപ്പോൾ AI യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെയധികം നന്മകൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതോടൊപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്ന ചില തിന്മയുടെ ശക്തികൾ, ചില തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ നമ്മളുടെ പിന്നാലെ ഉണ്ട്. അസുരന്മാരുടെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ പിന്നിലുണ്ട്. അതുകളെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ തിന്മയെ എതിർത്ത് തോൽപ്പിച്ച് നന്മയെ വിജയം കൈവരിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ ഓണാഘോഷങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. ഇത് കേവലം ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം മാത്രമായിട്ട് നമ്മൾ തീർക്കരുത്. ഇത് നന്മയിൽ വിജയിക്കുവാനുള്ള, നമ്മുടെ നാട്ടിലും എല്ലാ മനുഷ്യരും യാതൊരുവിധ വേദനകളില്ലാതെ, സങ്കടങ്ങളില്ലാതെ നീതിയിലും സത്യത്തിലും സാഹോദര്യത്തിലും
സമാധാനത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടം നാം എല്ലാവരും അഭിലഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു കാലഘട്ടം നമുക്ക് ഏർക്കാൻ സാധിക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഇതാ ദൈവരാജ്യം നിങ്ങളിൽ തന്നെ കുടികൊള്ളുന്നു. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ മഹാബലി വാണിരുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീതി ഉളവാകുന്ന ഒരു മനുഷ്യ സ്ഥിതിവിശേഷത്തെയാണ് യേശുക്രിസ്തു മുന്നിൽ കണ്ടിട്ടുള്ളത്. അപ്രകാരം സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതി, ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മളിൽ ഉണ്ടായി കാണുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരും ഉദ്യമിക്കേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങൾ പരിശ്രമിക്കണം, വ്യക്തികൾ പരിശ്രമിക്കണം, സ്ഥാപനങ്ങൾ പരിശ്രമിക്കണം, സർക്കാരുകൾ പരിശ്രമിക്കണം, രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അപ്രകാരം നന്മ നിറഞ്ഞ ഒരു ലോകത്തെ വിഭാവനം ചെയ്യുവാൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ ഓണവും നമ്മെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ നന്മയിലേക്ക് വളർന്നു വരുവാൻ ഏവർക്കും കഴിയട്ടെ. ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനൊത്തൊരുമിച്ച് നമ്മൾ സംഘടിതമായിട്ട് നീങ്ങുകയും ചെയ്താൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. ഈ ഒരു മെസ്സേജ്, ഈ ഒരു സന്ദേശം എല്ലാ സ്കൂളുകളിലും കാലം തൊട്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും ഏതെല്ലാം ജനവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും നമുക്കെല്ലാം സാധിക്കേണ്ടത് ഒരു ആദർശപൂർണമായ ഒരു ലോകമാണ്. നന്മകളാൽ അലങ്കൃതമായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അധ്വാനിക്കുന്നത്. നമ്മളുടെ ഓരോ വിയർപ്പും ഈ ലോകം ബെറ്ററാവാനായിട്ട്, നന്നാകുവാനായിട്ടായിരിക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ജഗദീശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഞാനിവിടെ നേരുകയാണ്. ഈ സ്കൂളിന് അതിൻ്റെ നല്ല ഒരു ഭാവിയുണ്ട്. ഈ ഭാവി നമുക്ക് പടുത്തുയർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും നിങ്ങളുടെ ആത്മാർത്ഥമായ കൂട്ടായ്മയും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓണം ഫാദർ ആൽവിൻ പുതുശ്ശേരിക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ സ്കൂൾ സെക്രട്ടറി ശ്രീ വർഗീസ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്കൂൾ ട്രഷറർ ശ്രീ ജോസ്യു ആന്റണി സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അധ്യാപകർക്കും കുട്ടികൾക്കും പ്രചോദനവും വഴികാട്ടിയുമായ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബാബു കോയിക്കര സാറിന് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി പ്രിയ അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും PTWA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓണവിസ്മയം 2025 വിരാമം ഇടുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. I just want to announce you the result of Pona which was yesterday. Category 2, first goes to Anshina Johnson of Greenhouse. Second goes to Srilakshmi Das of Yellow House. And third goes to Tara Paul of Blue House. Second goes to Anugraha of Red House. And third goes to Kamyo Karlik Viju of Blue House. Okay, children, so our programs are over. Thank you very much.